സെറ്റ് ഫിസിക്സ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി നമ്പർ ഓഫ് ലൊക്കേഷൻസ് അഡ്രസ്ഡ് ബൈ എ മൈക്രോ പ്രോസസ്സർ വിത്ത് 12 അഡ്രസ് ലൈൻസ് ഈസ്. ക്വസ്റ്റ്യൻ എന്താണ്? അതായത് 12 അഡ്രസ് ലൈനുള്ള ഒരു മൈക്രോ പ്രോസസ്സറിനെ അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എത്ര ലൊക്കേഷൻസ് ആണ് ഉള്ളതെന്നാണ് നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം, നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് എന്താണ്? 12 അഡ്രസ് ലൈൻസ് ആണ്. 12 അഡ്രസ് ലൈൻസ് ആണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക്, അതായത് ഈ ഒരു മൈക്രോ പ്രോസസ്സറിന് എത്ര മെമ്മറി ആക്സസ് ചെയ്യാന്നുള്ളത് നമ്മൾ എങ്ങനെയാ നോക്കുക? 2n ഈ ഫോർമുല വെച്ചിട്ടാണ് എത്ര മെമ്മറി ആക്സസ് ചെയ്യാനാവും എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? എന്നിന്റെ സ്ഥാനത്ത് 12 അഡ്രസ് ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? 2 raised to 12 ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുക 4096 ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Yes, second question. If the radius of AL27 is 3.6 Fermi, the approximate nuclear radius of copper-64 in Fermi is. എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതായത് അലൂമിനിയത്തിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, 3.6 ആണ്. അങ്ങനെയാണെങ്കിൽ കോപ്പറിന്റെ റേഡിയസ് എത്രയായിരിക്കും എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇതെങ്ങനെ കാണാം? നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലെ? എന്താ? R is equal to R0 a raised to 1/3. ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് നോക്കാം. ഈ A തന്നിട്ടുണ്ട് അല്ലെ? അലൂമിനിയത്തിന്റെ എത്രയാ? 27. കോപ്പറിന്റെ എത്രയാ? 64. എന്താ? മാസ് നമ്പർ അലൂമിനിയത്തിന്റെയും കോപ്പറിന്റെയും തന്നിട്ടുണ്ട്. A തന്നിട്ടുണ്ട്. R0 കോമൺ ആയിരിക്കും. അലൂമിനിയത്തിനും കോപ്പറിനും R0 എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പൊ നമുക്കിത് ഇക്വേറ്റ് ചെയ്തൂടെ? അതായത് അലൂമിനിയത്തിന്റെ ഞാൻ R1 എന്ന് കൊടുത്ത് R1 is equal to 27 raised to 1/3 എന്ന് എഴുതാം. ഇനി കോപ്പറിന്റെ ഞാൻ R2 എന്ന് കൊടുക്കാം. R2 is equal to 64 raised to 1/3. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഈ ഇക്വേഷൻ വേണ്ട. ഇക്വേഷൻ 1, ഈ ഇക്വേഷൻ 2. ഈ R1 എന്താണ്? റേഡിയസ് ആണ്. R2 എന്താണ്? റേഡിയസ് ആണ്. ഈ അലൂമിനിയത്തിന്റെ R1 തന്നിട്ടുണ്ടല്ലോ. എത്ര തന്നിട്ടുള്ളത്? 3.6 ഫെർമി അല്ലേ? യെസ്, 3.6. അപ്പോൾ 3.6 is equal to 27 raised to 1/3. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? R2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ R2 is equal to 64 raised to 1/3 എന്ന് വരും. അപ്പൊ ഇത് ഒരു ഇക്വേഷൻ, ഇതും ഒരു ഇക്വേഷൻ കിട്ടും. ഇനി എന്ത് ചെയ്യാ? R2 കണ്ടുപിടിക്കുക. R2 കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 / 2 ചെയ്താൽ മതി. യെസ്, അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? 3.6 divided by R2 is equal to 27/64 raised to 1/3 എന്ന് വരും. അപ്പൊ ഇതെന്താ? ഇത് ചെറുതാക്കാം അല്ലെ? നമുക്ക് 3.6/R2 is equal to എന്ത് വരും? 27 raised to 1/3 എത്രയാ? 3. 64 raised to 1/3 4. അപ്പൊ R2 കണ്ടുകൂടെ? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ R2 is equal to 3.6 into 4 divided by 3 വരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? നമുക്ക് ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇതിന്റെ ആൻസർ എത്ര വരും? ഈക്വൽ ടു 3.6 into 4 എത്രയാ? 14.4. 14.4 divided by 3 വരും. അതിന്റെ ആൻസർ എത്ര വരും? ഈക്വൽ ടു 4.8. 4.8 വരും. യെസ്, അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ ഡി, 4.8. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് ഒന്നും കൂടി പറയാം. അതായത് നമുക്ക് ഇക്വേഷൻ അറിയാം. എന്ത്? R is equal to R0 a raised to 1/3. R എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് ആണ്. A എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് നമ്പർ ആണ്. അലൂമിനിയത്തിന്റെയും കോപ്പറിന്റെയും മാസ് നമ്പർ തന്നിട്ടുണ്ട്, അലൂമിനിയത്തിന്റെ റേഡിയസ്
റേഡിയസും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് കോപ്പറിന്റെ റേഡിയസ് കാണാനാണ്, അതായത് R2 കാണാനാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്ത് R1 is equal to 27⁻⁴ R2 is equal to 64⁻⁴. എന്നിട്ട് ഇക്വേഷൻ 1/2 ചെയ്ത് നമ്മൾ R2നെ കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Cp and Cv are specific heats at constant pressure and constant volume respectively. It is observed that Cp minus Cv is equal to A for hydrogen gas and Cp minus Cv is equal to B for nitrogen gas. The correct relation between A and B is, അതായത് Cp Cv നമുക്കറിയാം, അതായത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ഹൈഡ്രജൻ ഗ്യാസിന്റെ Cp മൈനസ് Cv A ആണെന്ന് തന്നിട്ടുണ്ട്. നൈട്രജൻ ഗ്യാസിന്റെയോ Cp മൈനസ് Cv is equal to B ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള കറക്റ്റ് റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. എയും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം Cp മൈനസ് Cv is equal to R ആണെന്ന് അറിയാലോ, അല്ലെ? Cp മൈനസ് Cv is equal to R ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസിന്റെ എന്ത് വരും? Cp മൈനസ് Cv is equal to R/2 എന്ന് എഴുതിക്കൂടെ? R/2. കാരണം എന്താ? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ് ഉള്ളത്. വെറും ഹൈഡ്രജൻ ആണ് നമ്മളിവിടെ 1 എന്ന് എഴുതും. ഇവിടെ എന്താ? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി എന്താ? നൈട്രജൻ ഗ്യാസ് ഉണ്ട്. അപ്പൊ അതിന്റെ എങ്ങനെയായിരിക്കും വരിക? Cp മൈനസ് Cv is equal to R/14 ആണോ അല്ലെങ്കിൽ 28 ആണോ? 14 ആണോ 28 ആണോ? യെസ്, 28 ആണ് വരിക. എന്തുകൊണ്ട് 28 വന്നേ? നൈട്രജൻ ഗ്യാസ് ആയിട്ടാണ് അല്ലേ ഉള്ളത്. അങ്ങനെ ആവുമ്പോൾ ഈ ഇക്വേഷൻ 1 ഈ ഇക്വേഷൻ 2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും ഒന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? R/2 ഡിവൈഡഡ് ബൈ R/28 എന്ന് വരും അല്ലെ. ഈ ആറും വെട്ടി. അപ്പൊ എന്ത് വരും? 28 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. പിന്നെ എന്തുണ്ടേനും? Cp മൈനസ് Cv. ഇതെന്തിൻ്റെനും? R/2 എന്തിൻ്റെയാ? ഹൈഡ്രജന്റെ വാല്യൂ എത്രയാ തന്നിട്ടുള്ളത്? A ആണ് തന്നിട്ടുള്ളത്. യെസ്. ഇതെന്തിൻ്റെനും? നൈട്രജന്റെ എന്താ തന്നിട്ടുള്ളത്? B ആണല്ലേ. അപ്പോൾ A/B വരും. 28/12 എത്രയാ? 14 അല്ലേ. 14 is equal to A/B. ഇനി എന്ത് വരും? നമുക്ക് ഇതിൽ നിന്ന് A എഴുതാം അല്ലെ. A is equal to എന്താ വരിക? 14B. A is equal to 14B. അപ്പൊ ഇതിൽ ഏത് ആൻസർ ആയിരിക്കും വരിക? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ. A is equal to 14B. യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of electric field vector E and magnetizing field vector H has the dimensions of, അതായത് ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? E/H ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? അതായത് ഏത് ഡയമെൻഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടാന്നാണ് ചോദിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്തറിയാം? ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും യൂണിറ്റ് അറിയാം. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് പെർ മീറ്റർ ആണ് അല്ലെ. വോൾട്ട് പെർ മീറ്റർ ആണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ പെർ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് E/H അല്ലേ കണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് വോൾട്ട് പെർ മീറ്റർ ഡിവൈഡഡ് ബൈ ആംപിയർ പെർ മീറ്റർ. അപ്പൊ എന്ത് വരും? ഇത് മീറ്ററും വെട്ടു. അപ്പൊ എന്താ ഇത് വരിക? വോൾട്ട് പെർ ആംപിയർ എന്ന് വരും. വോൾട്ട് പെർ ആംപിയർ, അതായത് വോൾട്ട് വി, ആംപിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ I. V/I എവിടെയെങ്കിലും കണ്ട് പരിചയം ഉണ്ടോ? V/I ഓംസ് ലോ ഓർമ്മയില്ലേ? V is equal to IR. അപ്പൊ V/I is equal to എന്താണ്? R ആണ്. അപ്പൊ ഈ V/I ചെയ്ത് കിട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? R അല്ലേ. R എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. പക്ഷെങ്കിൽ റെസിസ്റ്റൻസിന് ഇക്വലന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ആരാ ഉള്ളത്?
ഇംപിഡൻസ് അല്ലേ, ഇംപിഡൻസ്. അപ്പൊ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഇംപിഡൻസ്. യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the maximum distance between interatomic lattice planes in a solid is 12 angstrom. ഇത് 12 angstrom ആണ്. ഇവിടെ ഇത് മാറിപ്പോയതാ കേട്ടോ. 12 angstrom. The maximum wavelength of X-ray which are diffracted by this crystal will be. അതായത് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇന്റർ അറ്റോമിക് ലാറ്റിസ് പ്ലെയിൻ, അതായത് മാക്സിമം ഡിസ്റ്റൻസ് തന്നിട്ടുള്ള എന്താ? 12 ആംഗ്സ്ട്രം ആണ് തന്നിട്ടുള്ളത്. പിന്നെ എന്താ നമുക്ക് കാണേണ്ടത്? മാക്സിമം വേവ് ലെങ്ത് ഓഫ് എക്സ്റേ ആണ് നമുക്ക് കാണേണ്ടത്. ബ്രാഗ്സ് ലോ അറിയാലോ. ബ്രാഗ്സ് ലോ, അക്കോർഡിംഗ് ടു ബ്രാഗ്സ് ലോ നമുക്ക് എന്ത് എഴുതാം? 2d സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന് എഴുതാം അല്ലേ? എന്താ കാണേണ്ടത്? മാക്സിമം ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, മാക്സിമം വേവ് ലെങ്തും ആണ്. ഇത് മാക്സിമം ആവണമെങ്കിൽ സൈൻ തീറ്റ എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലെ? സൈൻ തീറ്റ 1 ആയിരിക്കണം. അതായത് ആംഗിൾ എങ്ങനെയായിരിക്കും? തീറ്റ എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഉണ്ടാവുക. തീറ്റ 90 ആയി കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ? ഈ സൈൻ തീറ്റ എന്ന് പറയുന്ന ടേം 1 ആവുള്ളൂ. നമുക്ക് എന്ത് എഴുതാം? 2d is equal to n ലാംഡ എന്ന് എഴുതാം. 2d is equal to n ലാംഡ. ഇവിടെ n പ്രത്യേകിച്ച് തരാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് n എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അപ്പോൾ 2d is equal to ലാംഡ. നമുക്ക് എന്താ കാണേണ്ടത്? മാക്സിമം വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. ഈ ലാംഡ എന്താണ്? വേവ് ലെങ്ത് ആണ്. d എന്താണ്? മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്റർ അറ്റോമിക് ലാറ്റിസ് പ്ലെയിൻസ് ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു എന്ത് വരും? 12. 2 into 12 angstrom is equal to lambda, that is equal to 24 angstrom. 24 angstrom. ആൻസർ എത്രയാണ് വന്നിട്ടുള്ളത്? 24 angstrom. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്. The pure rotational levels of a molecule in the far infrared region follows the formula E is equal to Bj into J plus 1, where E is energy of rotational level with quantum number J and B is rotational constant. The lowest rotational energy gap in rotational Raman spectra is. അതായത് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? എനർജി ഗ്യാപ്പ് കാണാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതിലുള്ള? രാമൻ സ്പെക്ട്രത്തിലുള്ള എനർജി ഗ്യാപ്പ്. നമുക്ക് ഈ എന്താ തന്നിട്ടുള്ളത്? Bj into J plus 1 തന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാമൻ സ്പെക്ട്രന്റെ സെലക്ഷൻ റൂൾ എങ്ങനെയാ വന്നിട്ടുള്ളത്? ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1. ഇതാണ് എന്ത്? രാമൻ സ്പെക്ട്രന്റെ സെലക്ഷൻ റൂള് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്? 0യും ഇതും തമ്മിലുള്ള എനർജി ഗ്യാപ്പാണ് നമുക്ക് കാണേണ്ടത്. അതായത് ജെയും ജെ പ്ലസ് 2യും എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എന്താ നമുക്ക് ചെയ്യാം? അപ്പോൾ ഡെൽറ്റ ഇ, അപ്പൊ എന്ത് വരും? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഇ ജെ പ്ലസ് 2 മൈനസ് ഇ ജെ വരും. അതായത് എന്താണ് സെലക്ഷൻ റൂൾ? എന്തേനും ജെ എന്തേനും 0യും പ്ലസ് ഓർ മൈനസ് 2 ആണ്. അപ്പൊ നമുക്ക് എനർജി ലെവൽ, എനർജി ഗ്യാപ്പ് എങ്ങനെയാ വരിക? ജെയും ജെ പ്ലസ് 2. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഇ ജെ പ്ലസ് 2 മൈനസ് ഇ ജെ. ഇനി നമുക്കറിയാം ഇ എത്ര തന്നിട്ടുള്ളത്? ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1. പക്ഷെ ഇവിടെ എന്താ ഫസ്റ്റ് ടേമിൽ എന്താ ഉള്ളത്? ജെന്ന് ജെ മാത്രം ഇട്ട് കൊടുത്താൽ മതിയോ? പോരാ. എന്തിട്ട് കൊടുക്കണം? ജെ പ്ലസ് 2 ഇട്ട് കൊടുക്കണം ഇവിടെ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇ ഇൻറ്റു ജെ പ്ലസ് 2 ഇൻറ്റു, ഇനി ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ എന്ത് വരും? ജെ പ്ലസ് 2 പ്ലസ് 1 എത്രയാ? ജെ പ്ലസ് 3 വരും അല്ലെ? ജെ പ്ലസ് 3 മൈനസ്, ഇനി എന്തുണ്ട്? ഇ ജെ ഉണ്ട്. ഇ ജെ എന്താ? ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 അല്ലെ? ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1.
ഇവിടെ ബി ആണ് മാറിപ്പോയത്. ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1. ഇനി എന്ത് ചെയ്യണം? നമുക്കിതൊന്ന് സോൾവ് ചെയ്തെടുക്കണം അല്ലേ? യെസ്. ഈക്വൽ ടു ബി ഇൻറ്റു ജെ ഇൻറ്റു ജെ എത്രയാ? ജെ സ്ക്വയർ. പിന്നെ ജെ ഇൻറ്റു 3 പ്ലസ് 3j പ്ലസ് 2j. 2 ഇൻറ്റു 3 പ്ലസ് 6 മൈനസ് ബി ഇൻറ്റു ഇവിടെ എന്ത് വരും? ജെ സ്ക്വയർ പ്ലസ് ജെ എന്ന് വരും. ജെ സ്ക്വയർ പ്ലസ് ജെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊന്ന് സബ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ബി ജെ സ്ക്വയർ പ്ലസ് 3 bj പ്ലസ് 2bj പ്ലസ് 6b. ഇനി ഇതിനെയും കൂടി മൈനസ് ബി ജെ സ്ക്വയർ മൈനസ് ബി ജെ. എന്ത് ചെയ്യുക? ബി ജെ സ്ക്വയറും ബി ജെ സ്ക്വയറും വെട്ടിപ്പോയി. ഇവിടെ 3bj ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 1 മൈനസ് ബി ജെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? 2bj വരും അല്ലേ? 2bj. പിന്നെ ഇവിടെ ഒരു 2bj കൂടി ഉണ്ട് പ്ലസ് 2bj. ഇതൊന്ന് ഞാൻ ഇവിടെ മാറ്റി എഴുതുന്നുണ്ട്. 2bj പ്ലസ് 2bj. ഇനി എന്തുണ്ട്? ഒരു 6bയും കൂടി ഉണ്ട് പ്ലസ് 6bയും കൂടി ഉണ്ട്. ഇത് രണ്ടും നമുക്ക് കൂട്ടി എഴുതിക്കൂടെ? അപ്പൊ എന്ത് ചെയ്താം? അപ്പൊ നമുക്ക് ഞാൻ ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. എന്താണ്? 2bj പ്ലസ് 2bj പ്ലസ് 6b. ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്ന് കൂട്ടി എഴുതാം. അപ്പൊ എന്ത് എഴുതും? 4bj പ്ലസ് 6b. ഇനി എന്താ? ഈ ബീനെ കോമൺ ആയിട്ട് നമുക്ക് എടുത്തെഴുതാം. അതായത് ബി ഇൻറ്റു എന്ത് വരും? 4j പ്ലസ് 6 വരും. 4j പ്ലസ് 6 വരും. ഇനി എന്ത് ചെയ്യണോ? നമ്മൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ലോവസ്റ്റ് റൊട്ടേഷണൽ എനർജി ഗ്യാപ്പ്. ലോവസ്റ്റ് റൊട്ടേഷണൽ എനർജി ഗ്യാപ്പ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജെന് എന്ത് വാല്യൂ കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. അപ്പൊ എന്താ ആൻസർ വരിക? ബി ഇൻറ്റു 4 ഇൻറ്റു 0 പ്ലസ് 6. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോകും. അപ്പൊ ആൻസർ എന്ത് വരും? 6b. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 7th ക്വസ്റ്റ്യൻ. യെസ്. ദ ക്വാഡ്രപോൾ മൊമെന്റ് ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ബേസിക്കലി. എന്താണ്? ദ ക്വാഡ്രപോൾ മൊമെന്റ് ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ബേസിക്കലി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇത് നോക്കുന്നതിനേക്കാൾ മുന്നേ ക്വാഡ്രപോൾ മൊമെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതായത് ക്വാഡ്രപോൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുമ്പോൾ ന്യൂക്ലിയർ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷനെ കൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ന്യൂക്ലിയർ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്വാഡ്രപോൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ക്വാഡ്രപോൾ മൊമെന്റ് 0 ആണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ആയിരിക്കും. ഇപ്പോൾ ക്വാഡ്രപോൾ മൊമെന്റ് നോൺ സീറോ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? നോൺ സ്പെറിക്കൽ ആയിരിക്കും. അതായത് സ്പെറിക്കൽ ആയിരിക്കൂല അത്. അതാണ് ക്വാഡ്രപോൾ മൊമെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്വാഡ്രപോൾ മൊമെന്റ് ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ബേസിക്കലി സ്കെയിലാർ ആണോ, വെക്ടർ ആണോ, ടെൻസർ ആണോ, ഫേസർ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ടെൻസർ ആണ് കേട്ടോ. ക്വാഡ്രപോൾ മൊമെന്റ് ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ബേസിക്കലി ടെൻസർ ആണ്. അതായത് റാങ്ക് 2 വരുന്ന ടെൻസർ ആണ് ക്വാഡ്രപോൾ മൊമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈപ്പർ ചാർജ് Y is related to baryon number B and strangeness S by the equation. ഏതായിരിക്കും ഇക്വേഷൻ? ഇതൊരു ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ഏതാ? Y is equal to B plus S. ഇതാണ്. Y എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേഞ്ച്നെസ് ആണ്. സോറി, Y എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ചാർജ് ആണ്. B എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരിയോൺ നമ്പർ. S എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേഞ്ച്നെസ് നമ്പർ. അങ്ങനെയാണ് എന്താ ഹൈപ്പർ ചാർജും ബാരിയോൺ നമ്പറും സ്ട്രേഞ്ച്നെസ്സും റിലേറ്റ് ചെയ്യുന്നത്. Y is equal to B plus S. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In regions where there is no charge so that rho is equal to 0, the Poisson equation reduces to. അതായത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? പോയിസൺ ഇക്വേഷൻ നമുക്കൊക്കെ ഫെമിലിയർ ആണ്. ഈ പോയിസൺ ഇക്വേഷനിൽ
റോ 0 ആവുകയാണെങ്കിൽ ആ ഇക്വേഷൻ എന്തായിട്ടാണ് മാറുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് പോയിസൺ ഇക്വേഷൻ എഴുതാം. പോയിസൺ ഇക്വേഷൻ എന്താ? ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലൺ 0. ഇതാണ് നമ്മളുടെ പോയിസൺ ഇക്വേഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? റോ 0 ആവുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ടാണ് മാറാന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിട്ടായിരിക്കും മാറാ? ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു റോ 0 ആകുമ്പോൾ ഇത് എന്ത് വരും? 0 ആയിട്ട് വരും. അപ്പൊ ഈ ഇക്വേഷൻ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ. ഈ ഇക്വേഷനെ നമ്മൾ എന്ത് പേരാ വിളിക്കുക? ലാപ്ലേസ് ഇക്വേഷൻ. എന്താണ്? ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു 0 എന്ത് പേരാ വിളിക്കുക? ലാപ്ലേസ് ഇക്വേഷൻ. ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്താണ്? പോയിസൺ ഇക്വേഷൻ. അതായത് റോ 0 ആവുമ്പോൾ പോയിസൺ ഇക്വേഷൻ ഏത് ഇക്വേഷൻ ആയിട്ടാണ് റെഡ്യൂസ് ആവുന്നത്? ലാപ്ലേസ് ഇക്വേഷൻ ആയിട്ടാണ് റെഡ്യൂസ് ആവുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the electric potential due to octopole varies inversely with. അതായത് ഒക്ടപോൾ, അതായത് ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വാരി ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഒക്ടപോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൾട്ടിപോൾ കോൺഫിഗറേഷൻ ആണ്. അത് 8 ഈക്വൽ ചാർജസ് ഉണ്ടാവും. അതായത് 8 ഈക്വൽ ചാർജസ് ഉണ്ടാവും. ഒക്ടോപോൾ അതായത് 8 ഈക്വൽ ചാർജസ് ഉണ്ടാവും. ആ 8 ഈക്വൽ ചാർജസ് ഒക്കെ എങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഒരു സർക്കിളിലായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു സർക്കിളിലായിട്ടായിരിക്കും 8 ചാർജസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഒക്ടപോൾ എന്ന് പറയുക. അതായത് മൾട്ടിപോൾ കോൺഫിഗറേഷൻ. മൾട്ടിപോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഒന്നിൽ കൂടുതലുള്ളതിനൊക്കെ നമ്മൾ മൾട്ടിപോൾ എന്ന് പറയും. ഒന്നാണെങ്കിലോ മോണോപോൾ എന്ന് പറയും. മൾട്ടിപോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടപോൾ 8 എന്ന് പറയുമ്പോൾ മൾട്ടി ആണ്, ഒന്നിൽ കൂടുതലുണ്ട്. ആ ചാർജസിനൊക്കെ നമ്മളൊരു സർക്കുലാർ പാറ്റേണിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഇങ്ങനെ പറയാം. ഇവിടെ ഈ അറേഞ്ച്മെന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വാരി ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ഉള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും വാരി ചെയ്യുന്നത്? ഇൻവേഴ്സ്ലി, അതായത് ഇൻവേഴ്സ്ലി വിത്ത് എങ്ങനെയായിരിക്കും വാരി ചെയ്യുക? r⁴ ഇങ്ങനെയായിരിക്കും ഒരു ഒക്ടപോളിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വാരി ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ലീനിയർ ക്വാഡ്രപോളിലാണെങ്കിൽ എന്താ? ലീനിയർ ക്വാഡ്രപോളിലാണെങ്കിൽ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വാരി ചെയ്യുന്നത്, അതായത് ഡിസ്റ്റൻസിനനുസരിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു ക്വാഡ്രപോൾ, അതായത് ലീനിയർ ക്വാഡ്രപോളിൽ വാരി ചെയ്യുക r⁻³ വെച്ചിട്ടാണ് വാരി ചെയ്യുക. ഇതേ സംഭവം തന്നെ ഒരു പോയിന്റ് ചാർജിലാണെങ്കിൽ ഡിസ്റ്റൻസിനനുസരിച്ച്, അതായത് പോയിന്റ് ചാർജിലാണെങ്കിൽ ഡിസ്റ്റൻസിനനുസരിച്ച് അത് വാരി ചെയ്യുക r⁻⁻1. അതായത് ഒക്ടപോളിലാണെങ്കിൽ ഡിസ്റ്റൻസിനനുസരിച്ച് അത് വാരി ചെയ്യുക r⁴ ആയിട്ടായിരിക്കും. ലീനിയർ ക്വാഡ്രപോളിലാണെങ്കിൽ r⁻³ ആയിട്ടും, പോയിന്റ് ചാർജ് വരുമ്പോൾ അത് വാരി ചെയ്യുന്നത് r⁻⁻1 ആയിട്ടാണ് വാരി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.